നമസ്കാരം. ത്രേതായുഗത്തിൽ ശ്രീമൻ മഹാവിഷ്ണു ശ്രീരാമാവതാരം എടുത്തപ്പോൾ ഭഗവാനെ സഹായിക്കാൻ ശ്രീപരമേശ്വരൻ ആഞ്ജനേയരായി അവതാരമെടുത്തെന്ന് പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ശിവഭക്ത ആഞ്ജനേയ ക്ഷേത്രം എന്ന് പ്രസിദ്ധിയുള്ളതും ഈ കാലഘട്ടത്തിലും വർഷത്തിലൊരിക്കൽ 2 വാനരന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവാന് പൂജ നിർവഹിച്ചു പോകുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு കുണ്ടലകർണേശ്വരർ തിരുക്കോവിൽ, തിരുക്കുറക്കാവൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മയിലാടുതുറൈ ജില്ലയിൽ വൈത്തീശ്വരൻകോവിൽ നിന്നും മണൽമേട് പോകുന്ന വഴിയിൽ ഇളന്തോപ്പിനടുത്ത് തിരുക്കുറക്കാവൽ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, കുണ്ടലേശ്വരർ, കുണ്ടലകർണേശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, കുന്തളാംബികെ, ത്രിപുരസുന്ദരി, ഏലാസൗന്ദരി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. ശിവക്ഷേത്രമാണെങ്കിലും ശിവഭക്ത ആഞ്ജനേയർ കോവിൽ എന്ന നിലയിലാണ് ക്ഷേത്രം പ്രസിദ്ധിയാർജിക്കുന്നത്. ആഞ്ജനേയരുടെ മുറിഞ്ഞുപോയ വാൽ വളർന്ന പുണ്യക്ഷേത്രമാണിത്. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതും ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 28ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് ദേവാരംപാടിൽ പതികം പാടിയിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി, മാർക്കണ്ഡേയ മഹർഷി, ശ്രീ പാർവതി, ആഞ്ജനേയർ എന്നിവർ ശിവഭഗവാനെ പൂജിച്ച സ്ഥലമാണിവിടം. പ്രധാനമായും തൊഴിൽ അഭിവൃദ്ധി സ്ഥലമാണിത്. ക എന്നവസാനിക്കുന്ന തമിഴ്നാട്ടിലെ 5 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. ക എന്നാൽ തമിഴിൽ അഴകുള്ള തോട്ടം എന്നാണ് അർത്ഥം. കാവൽ എന്നവസാനിക്കുന്ന പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളെ ചുരുക്കി തിരുവാനയ്ക്ക, തിരുക്കോടിക്ക, തിരുക്കോലക്ക, തിരുനെല്ലിക്ക, തിരുക്കുറക്ക എന്ന് പറയുന്നു. ത്രേതായുഗത്തിൽ ശ്രീ ഹനുമാൻ, അതായത് കുരങ്ങ്, ഇവിടെ ശിവഭഗവാനെ പൂജിച്ച ഐതിഹ്യത്താൽ തിരുക്കുറക്കുക എന്നത് പിന്നീട് ലോപിച്ച് തിരുക്കുറക്ക എന്നായി മാറി. പഞ്ചക ക്ഷേത്രങ്ങൾ ഇവയാണ്: തിരുക്കുറക്കാവൽ കുണ്ടലേശ്വരർ കോവിൽ, തിരുവാനൈക്കാവൽ ജംബുകേശ്വരർ കോവിൽ, തിരുക്കോടിക്കാവൽ കോടീശ്വരർ കോവിൽ, തിരുക്കോലക്കാവൽ ശബ്ദപുരീശ്വരർ കോവിൽ, തിരുനെല്ലിക്കാവൽ നെല്ലിവനനാഥർ കോവിൽ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ രാവണവധത്തിന് ശേഷം സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം രാമേശ്വരത്തെത്തിയ ശ്രീരാമചന്ദ്രൻ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാവണനെ വധിച്ചതിനാൽ ഏർപ്പെട്ട ബ്രഹ്മഹത്യാദോഷം നീക്കുവാൻ രാമേശ്വരം കടൽക്കരയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യാൻ തയ്യാറായി. ശ്രീരാമൻ തന്റെ വീരഹത്യാദോഷം നീക്കിയ വേദാരണ്യത്തെക്കുറിച്ചും ഛായഹത്യാദോഷം നീക്കിയ പട്ടീശ്വരത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രതിഷ്ഠയ്ക്കായി സൂര്യാസ്തമയത്തിനുള്ളിൽ ഒരു ശിവലിംഗം കൊണ്ടുവരാൻ ആഞ്ജനേയരെ കാശിയിലേക്ക് ശ്രീരാമൻ അയച്ചു. ആഞ്ജനേയർ കാശിയിലെത്തി കാലഭൈരവരുടെ അനുമതിയില്ലാതെ ഒരു ശിവലിംഗം എടുത്തപ്പോൾ ഭൈരവർ ആഞ്ജനേയരെ തടഞ്ഞു. വിട്ടുകൊടുക്കാതെ ആഞ്ജനേയർ ശിവലിംഗവുമായി പറക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൈരവരുടെ ശിഷ്യനായ ശനീശ്വരൻ ആഞ്ജനേയരെ എതിർത്തു. ആഞ്ജനേയർ കയ്യിൽ ശിവലിംഗമുള്ളതിനാൽ തന്റെ വാലിൽ ശനീശ്വരനെ ബന്ധിച്ച് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിൽ ഒരിടത്ത് ഉപേക്ഷിച്ചു. തന്നെ വാലിൽ ബന്ധിച്ച് കൊണ്ടുവന്നതിനാൽ ആ വാൽ മുറിഞ്ഞ് ശക്തിയെല്ലാം നശിച്ചു പോകട്ടെ എന്ന് ശനീശ്വരൻ ആഞ്ജനേയരെ ശപിച്ചു. ആഞ്ജനേയർ വൈകുന്നത് ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ അഗസ്ത്യ മഹർഷി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സീതാദേവിയോട് മണലിൽ ഒരു ലിംഗം തയ്യാറാക്കി പ്രതിഷ്ഠ ചെയ്യാൻ നിർദ്ദേശിച്ചു. ആഞ്ജനേയർ കാശി വിശ്വനാഥ ലിംഗവുമായി രാമേശ്വരത്ത് എത്തിയപ്പോഴേക്കും ശ്രീരാമൻ മണൽ ലിംഗത്തിന് പൂജ നിർവഹിച്ചത് കണ്ട് വിഷമത്തിലായി. ആഞ്ജനേയർ കൈലാസത്തിൽ നിന്നാണ് ശിവലിംഗം കൊണ്ടുവന്നതെന്നൊരു വാദവും നിലവിലുണ്ട്. യുഗയുഗങ്ങൾ നിലനിൽക്കേണ്ട ശക്തി ഈ മണൽ ശിവലിംഗത്തിന് ഇല്ലാതായാൽ ആ പാപം കൂടി തന്റെ സ്വാമി ശ്രീരാമനിൽ വന്നു ചേരുമല്ലോ എന്നോർത്ത് വിഷമിച്ച് ആഞ്ജനേയർ ആ മണൽ ലിംഗം പിഴുതുമാറ്റുവാൻ ശ്രമിച്ചു. സാധിക്കാതെ വന്നപ്പോൾ വിശ്വരൂപമെടുത്ത് വാൾ കൊണ്ട് ശിവലിംഗത്തെ കെട്ടിവലിക്കാൻ ശ്രമിച്ചപ്പോൾ വാൾ മുറിഞ്ഞു, ശക്തി നശിച്ചു. അടുത്ത ക്ഷണം വാൾ കൊണ്ട് ശിവലിംഗത്തെ അടർത്തിമാറ്റാൻ ശ്രമിച്ച അപരാധം മനസ്സിലാക്കി ഭഗവാനോട് ആഞ്ജനേയർ മാപ്പപേക്ഷിച്ചു. അപ്പോൾ ആ പാപം നീങ്ങാൻ വടക്ക് ദിശയിലുള്ള ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശിവലിംഗം പ്രതിഷ്ഠ ചെയ്യാൻ അശരീരി കേട്ടു. രാമേശ്വരത്തിനടുത്ത് ഹനുമാൻ വാൽ മുറിഞ്ഞ് വീണയിടം ഹനുമാൻ പള്ളം എന്നറിയപ്പെടുന്നു. ആഞ്ജനേയർ ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ചു വരവെ ഇവിടെ എത്തിയപ്പോൾ നമശിവായ മന്ത്രം കാതിൽ അലയടിച്ചു. ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ പറ്റിയ സ്ഥലമെന്ന് മനസ്സിലാക്കി ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ആരംഭിച്ചു എന്നും അതല്ല പാർവതി ദേവി വൃദ്ധയുടെ രൂപത്തിലിരുന്ന് പൂജ ചെയ്ത ശിവലിംഗം ആഞ്ജനേയരെ ഏൽപ്പിച്ചതാണെന്നും പറയപ്പെടുന്നു. അങ്ങനെയിരിക്കെ ആഞ്ജനേയരുടെ ഭക്തിയെ പരീക്ഷിക്കാനായി ശിവഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ എത്തുകയും ആഞ്ജനേയരുടെ കാതിലെ കുണ്ടലങ്ങൾ ദാനമായി ആവശ്യപ്പെടുകയും ചെയ്തു. മഹാഭാരതത്തിലെ കർണനും മുമ്പേ കുണ്ടലത്തോടെ പിറന്നയാളാണ് ആഞ്ജനേയർ. ആഞ്ജനേയർ തന്റെ കാതുകൾ മുറിച്ച് കുണ്ടലത്തോടെ ബ്രാഹ്മണന് സമർപ്പിച്ചതും ഭഗവാൻ ദേവിയോടൊപ്പം അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. ഭഗവാൻ ആഞ്ജനേയർക്ക് കുണ്ടലങ്ങൾ തിരിച്ചു കൊടുത്ത് വാൽ വളരുമെന്നും 9 ഗ്രഹങ്ങളുടെ ശക്തിയും വാലിൽ കുടികൊള്ളുമെന്നും ശനീശ്വരൻ ഭക്തശനിയായി ഇരുന്ന് സേവ ചെയ്യുമെന്നും അറിയിച്ചു. ഇന്നു മുതൽ ആരൊരാൾ ഇവിടെ ആഞ്ജനേയരെ ദർശിക്കാൻ എത്തുന്നുവോ അവരുടെ നവഗ്രഹ ദോഷങ്ങൾ മാറുമെന്നും ഈ സ്ഥലം ആഞ്ജനേയരുടെ പേരിൽ അറിയപ്പെടുമെന്നും അനുഗ്രഹം കൊടുത്ത് ഭഗവാൻ മറഞ്ഞു. അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ നവഗ്രഹ സന്നിധിയില്ല. ആഞ്ജനേയർ രാമായണ കാലത്തിൽ അവസാനമായി ശിവഭഗവാനെ പൂജിച്ച ക്ഷേത്രമാണിതെന്നും പറയപ്പെടുന്നു. ആഞ്ജനേയർ ശിവപൂജ ചെയ്തപ്പോൾ ഭഗവാന്റെ കുണ്ടലങ്ങളിലൊന്ന് കാണാതായതിനെ തുടർന്ന് സ്വയം കുണ്ടലങ്ങൾ സമർപ്പിക്കുകയായിരുന്നെന്ന് ചില പുരാണങ്ങളിൽ പരാമർശമുണ്ട്.
ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നതും പഴവാറിന്റെ കരയിലുള്ളതും രാജഗോപുരമില്ലാതെ ചെറിയ പ്രവേശന കവാടത്തോടെ കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന തിരുക്കുറക്കാവൽ കുണ്ടലകർണേശ്വര ക്ഷേത്രം 7ാം നൂറ്റാണ്ടിന് മുമ്പ് നിർമ്മിച്ചതായാണ് അനുമാനം. 2017 സെപ്റ്റംബറിലാണ് കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആഞ്ജനേയർ ശിവലിംഗത്തെ പൂജിക്കുന്ന ശില്പം കാണാം. ബലിപീഠവും നന്ദി ഭഗവാനും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ഭഗവാൻ കുണ്ടലകർണേശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ സ്വരൂപമായി അരുൾ ചൊരിയുന്നു. ആഞ്ജനേയ സ്വാമിക്ക് വാൽ വളരാൻ അനുഗ്രഹിച്ച മൂർത്തിയാണിത്. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിവാരണം കിട്ടുന്ന സ്ഥലമാണിത്. തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ തൊഴിൽ നഷ്ടം ഏർപ്പെട്ടവരോ അഭിവൃദ്ധി ഇല്ലാത്തവരോ ഇവിടെ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത്. അഗസ്ത്യരുടെ താളിയോലകളിൽ ഈ ക്ഷേത്രം തൊഴിൽ അഭിവൃദ്ധിക്കുള്ള സ്ഥലമെന്ന് കുറിച്ചിട്ടുള്ളതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനടുത്തു തന്നെ ബോർഡിൽ ഇത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അമ്പാൾ ഏലാ സൗന്ദരി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വിവാഹ സന്താന ഭാഗ്യത്തിനായി ഭക്തർ ദേവിക്ക് വളകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാൽക്കാലികളുടെ ആരോഗ്യത്തിന് ഭക്തർ പ്രാർത്ഥിക്കുന്നത് ഇവിടെയുള്ള സെല്ലിയമ്മൻ സന്നിധിയിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന സന്നിധി ശിവഭക്ത ആഞ്ജനേയരുടേതാണ്. പതിവിൽ നിന്ന് വ്യത്യാസമായി നെറ്റിയിൽ വൈഷ്ണവർ അണിയുന്ന നാമത്തിനു പകരം ഭസ്മത്തോടെ കൂപ്പുകൈയിൽ രുദ്രാക്ഷത്തോടെയാണ് ആഞ്ജനേയ പ്രതിഷ്ഠ. ആഞ്ജനേയ സ്വാമിയുടെ വാലിൽ നവഗ്രഹങ്ങൾ കുടികൊള്ളുന്നതിനാൽ നവഗ്രഹ ദോഷങ്ങൾ തീർക്കാൻ ഭക്തർ ഇവിടെ എത്തുന്നു. ശിവസന്നിധിക്കെതിരിലാണ് ആഞ്ജനേയ സന്നിധി. ഓരോ ശനിയാഴ്ചയും അമാവാസിയും ആഞ്ജനേയർക്ക് ക്ഷേത്രത്തിൽ പൂജകളും ഹോമങ്ങളും നടക്കുന്നു. ഭക്തർ ജാതകദോഷങ്ങൾ മാറാൻ ജാതകം ആഞ്ജനേയ സന്നിധിയിൽ പൂജിക്കുന്നതും 48 നാൾ ഭഗവാന്റെ വാലിന് പൂജ ചെയ്യുന്ന സമ്പ്രദായവും ക്ഷേത്രത്തിലുണ്ട്. നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു കിട്ടാനും ഉത്തമമാണ് ഈ ക്ഷേത്രം. പൊതുവെ രാമഭക്ത ആഞ്ജനേയർ എന്ന് പ്രസിദ്ധിയുള്ള ആഞ്ജനേയർ ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പൂജിച്ചതിനാൽ ശിവഭക്ത ആഞ്ജനേയർ എന്നറിയപ്പെടുന്നു. 27 നക്ഷത്രങ്ങളും ഇവിടെ പൂജ ചെയ്തതിനാൽ എല്ലാ നക്ഷത്ര ജാതകർക്കും ഉള്ള പരിഹാര സ്ഥലമാണിത്. പുരാണങ്ങളിൽ ശിവഭഗവാൻ തന്നെയാണ് ആഞ്ജനേയരായി ശ്രീരാമചന്ദ്രനെ സഹായിക്കാൻ അവതാരമെടുത്തത് എന്ന ഐതിഹ്യത്താൽ ശിവഭഗവാൻ തന്നെ ശിവഭഗവാനെ പൂജിച്ച പുണ്യക്ഷേത്രമാണിത്. ശിവഭഗവാൻ തന്നെത്താനെ പൂജിച്ച ക്ഷേത്രമായ തിരുവിടമരുതൂർ മഹാലിംഗസ്വാമി തിരുക്കോവിലിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കലിയുഗത്തിലും എല്ലാ വർഷവും ചിത്തിരമാസത്തിൽ 2 വാനരന്മാർ വന്ന് ക്ഷേത്രതീർത്ഥമായ ഗണപതി തീർത്ഥത്തിൽ നീരാടി ക്ഷേത്രത്തിലെ വില്വമരത്തിൽ നിന്നും വില്വ ഇലകൾ പറിച്ചുകൊണ്ട് ശിവഭഗവാനെ പൂജിക്കാനെത്തുന്നു എന്നത് ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒന്നാണ്. അന്നേരം പൂജാരി മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാനരന്മാർ പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഭാരതത്തിലുടനീളം എത്രയോ ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ ചില അതിശയങ്ങൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തികളെ കൂടാതെ വിനായകർ, ദക്ഷിണാമൂർത്തി, ദുർഗ, വള്ളിദേവയാനി സമേത ശത്രുസംഹാര മുരുകൻ, ഭൈരവർ, സെല്ലിയമ്മൻ, ചന്ദ്രൻ, ചണ്ഡികേശ്വരർ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം അശോകം, വില്വം. ക്ഷേത്രതീർത്ഥം ഗണപതിയാറ്. ആഗമവിധിപ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ദിവസങ്ങളായ ശനിയാഴ്ച, അമാവാസി, പ്രദോഷം കൂടാതെ ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക ദീപം, മാസി മഹാശിവരാത്രി, ഹനുമത് ജയന്തി എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവങ്ങളായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സീർഗാഴിയിൽ നിന്ന് 11 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്ന് 16 കിലോമീറ്റർ, ഇളന്തോപ്പിൽ നിന്ന് 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.